സുരേഷ് ഗോപിയുടെ ഇളയ മകനായ മാധവ് സുരേഷ് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കാറുള്ളയാളാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ മാധവിന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും ഇത്തരം ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണം. എന്നാൽ തന്നെക്കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മടിക്കാറില്ല. ഇപ്പോഴിതാ തന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയൊരു അഭിമുഖത്തിൽ താനുമായി ബന്ധപ്പെട്ട ഇത്തരം ഗോസിപ്പുകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയാണ് മാധവ് സുരേഷ്. വാട്സ് ഓൺ മൈ ഫോൺ എന്നൊരു സെഗ്മെന്റിൽ സംസാരിക്കുകയായിരുന്നു താരപുത്രൻ. ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയുമാണ് മാധവിന്റെ ഫോണിന്റെ വാൾപേപ്പർ. ഫുട്ബോൾ പ്രേമിയാണ് എന്നത് തന്നെയാണ് അങ്ങനെ ഒരു വാൾപേപ്പർ വെക്കാനുള്ള കാരണമായി മാധവ് പറയുന്നത്. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് മാധവിന് ഏറ്റവും ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയർ. അച്ഛനൊപ്പം അവസാനം പകർത്തിയ സെൽഫിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ കവിളിൽ അച്ഛൻ സുരേഷ് ഗോപി കടിക്കുന്ന ചിത്രമാണ് മാധവ് പങ്കുവച്ചത്. അനാവശ്യമായി സംസാരിക്കുന്ന കുറച്ച് ആളുകൾക്കുള്ള മറുപടിയായിരുന്നു അച്ഛനൊപ്പമുള്ള ആ സെൽഫി എന്ന് മാധവ് പറയുന്നു. സഹോദരി ഭാഗ്യയുടെ വിവാഹത്തിന്റെ തലേ ദിവസം എടുത്ത ഫാമിലി ഫോട്ടോയാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും മാധവ് പറയുന്നുണ്ട്. ഗൂഗിളിന് അവസാനം അയച്ച വാട്സ്ആപ്പ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ്: കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ളൊരു വോയിസ് മെസ്സേജാണ് അയച്ചത്, പക്ഷേ അത് കേൾപ്പിക്കുന്നത് റിസ്ക് ആണെന്നും മാധവ് പറയുന്നു. അച്ഛൻ അയക്കുന്ന മെസ്സേജിലെ പ്രധാന ഇമോജിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാ മെസ്സേജിനൊപ്പവും 10 ഉമ്മയും കുറെ ഹാർട്ട് ഇമോജിയും ഉണ്ടാകുമെന്നാണ് മാധവ് പറയുന്നത്. ഫാമിലി ഗ്രൂപ്പിൽ അമ്മയാണ് ഏറ്റവും ആക്റ്റീവ് എന്നും ഞങ്ങളുടെ ആർട്ടിക്കിൾസ് ഒക്കെ വരുമ്പോൾ അമ്മ അതിൽ ഷെയർ ചെയ്യാറുണ്ടെന്നും പിന്നെ പെറ്റ് ഡോഗ്സിന്റെ ഫോട്ടോകൾ വരും. അമ്മയുടെ ഏറ്റവും ഇളയ മകനായിട്ടാണ് വീട്ടിലെ രാജപാളയം ഡോഗ് ധീരയെ പരിഗണിക്കുന്നതെന്നും മാധവ് പറയുന്നു. ഫുഡിനൊരു കോമൺ മെനുവേ വീട്ടിലുള്ളൂവെന്നും അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാകുമെന്നും മാധവ് പറയുന്നുണ്ട്. പിന്നീട് തന്റെ ഉറ്റ സുഹൃത്തായ സെലിനെ കുറിച്ചും തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഗോസിപ്പുകളെ കുറിച്ചും ഒക്കെ മാധവ് സംസാരിക്കുന്നു. അവസാനം മെസ്സേജ് അയച്ചത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ്. അത് മറ്റാരുമല്ല, മീഡിയക്കാർ തന്നെ കൊണ്ട് 4-5 തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിനാണെന്നും എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷെ കാണിക്കില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ, അവിടെ വെച്ച് നിർത്തുന്നു. പിന്നെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നുവെന്നും മാധവ് പറയുന്നുണ്ട്. ആദ്യം താൻ അനുപമ പരമേശ്വരനുമായി ഫോട്ടോ ഇട്ടപ്പോൾ അനുപമയോട് പ്രേമമാണെന്ന് വാർത്തകൾ വന്നു. അനുപമ തന്റെ നല്ല സുഹൃത്ത് മാത്രമാണ്. സിനിമയിലൊക്കെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളയാളാണ് അനുപമയെന്നും മാധവ് പറയുന്നുണ്ട്. പിന്നെ മീനാക്ഷിയുമായും ദിലീപുമായും കാവ്യയും ഒത്തുമുള്ള ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി തന്റെ വിവാഹം ഉറപ്പിച്ചെന്നാണ് വാർത്തകൾ വന്നത്. അങ്ങനെ 2-3 വർഷം പോയി എന്നും മാധവ് പറയുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളയാളല്ല താൻ. തനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ. അതുകൊണ്ടാണ് തന്റെ ജെനുവിൻ ഫീലിംഗ്സ് വെച്ച് സെലിന് പിറന്നാൾ ആശംസകൾ പങ്കുവച്ചതെന്നും അപ്പോഴും സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നുവെന്നും വീട്ടുകാർ ആദ്യം ഒന്ന് ഇക്കാര്യം തീരുമാനിച്ചോട്ടെ, എന്നിട്ട് പതുക്കെ അതിലേക്ക് എത്താമെന്നും മാധവ് പറയുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ തന്നെ അക്കാര്യങ്ങൾ അറിയിക്കാമെന്നും മാധവ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ സിംഗിൾ ആണ്, പക്ഷെ മിങ്കിൾ ആകാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ എന്നാണ് മാധവ് ഇതിന് മറുപടി നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.